ഞാൻ മഹാത്മാ ഹരിതധർമ്മ സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. മഹാത്മാ ഹരിതധർമ്മ സംഘം മഹാത്മജിയുടെ 150-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇലന്തൂർ കേന്ദ്രീകരിച്ചാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ഭക്ഷ്യ ആരോഗ്യ സ്വരാജ് എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണവും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വഴിയോരങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും വൃക്ഷം വെച്ച് സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഭക്ഷ്യ ആരോഗ്യ സ്വരാജുമായി ബന്ധപ്പെട്ട് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, പ്രാദേശികമായിട്ട് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ വിഭവങ്ങളെ സംസ്കരിച്ച് വിതരണം ചെയ്യാൻ മറ്റുള്ളവർക്കുള്ള സഹായം ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു. ഇത് മഹാത്മാ ഹരിത സമിതിയുടെ ഒരു ആക്റ്റീവ് പ്രവർത്തനമാണ്. ശ്രീ മധുസൂദൻ മംഗലത്തിൽ അദ്ദേഹം ഈ മീൻ വളർത്തലും ജൈവകൃഷിയുമായിട്ട് വളരെയധികം പ്രവർത്തിക്കുകയും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയും അതിനെ ഓവർകം ചെയ്ത് ഇപ്പം വീണ്ടും പ്രവർത്തനങ്ങളിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധികളൊക്കെ ഒരുപാടുണ്ട്. ശ്രീ ബിജു സാറാണ് ഇതിൻ്റെ എല്ലാ ചുക്കാനും മുന്നോട്ട് നയിക്കുന്നത്. അദ്ദേഹം ഒരുപാട് മേഖലയിൽ തേനീച്ച വളർത്തൽ, എനർജി മാനേജ്മെൻറ്റ്, ജലസംരക്ഷണം, അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖല ഒന്നുമില്ല. ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിനാണ് ഇത് ശരിക്കും ഈ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ജോയി സാറിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗമൊന്നുമല്ല, അദ്ദേഹം ജീവിച്ച് കാണിക്കുന്ന ഒരു മോഡലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അക്വപോണിക്ക്, പിന്നെ കൃഷിയെ, അദ്ദേഹം ഒരുപാട് മേഖലയിൽ സമൂഹത്തിൻ്റെ പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കാതെ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ മോഡലാവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് പുറത്തിണക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കാരമേൽ കേന്ദ്രീകരിച്ച ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, ശ്രീ വിജയരാജൻ സാറ്. മോഡലുകളെ പുറത്തിണക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം. അപ്പോൾ ആ വിജയരാജൻ സാറിനെ നമ്മൾ മോഡലാക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ തന്നെ ഇവർ മോഡലാണ്, അവരെ നമുക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പരിചയപ്പെടുത്തുകയും അവരെ നമുക്ക് അനുകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം ഞങ്ങൾ ഒളിഞ്ഞു കിടക്കും. നമ്മുടെ പ്രിയപ്പെട്ട തങ്കജ സാറിനെയും കൽസ്മ ടീച്ചറിനെയും ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങിലാണ്. അപ്പം മഹാത്മാ ഹരിതധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ബിജു സാറെ, ജോയി സാറെ, മധു ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ എന്തിനാണ് നമ്മൾ ആദരിക്കുക എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഉണർന്നു വരും. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പ്രസംഗിക്കാനാണ് കൂടുതൽ താല്പര്യം. ഇവർ പ്രസംഗമല്ല, ജീവിതം മൊത്തം ജീവിച്ച് കാണിക്കുക ചെയ്തത്. അപ്പോൾ അത് ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോൾ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡോ അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മളിരിക്കുമ്പോൾ ഒരു പ്രത്യേക കൂളിംഗ് അനുഭവപ്പെടും. അപ്പോൾ അത് ഇവർ ജീവിച്ച് കാണിച്ച അതിൻ്റെ ഒരു മാതൃകയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 90 സെൻറ്റ് സ്ഥലങ്ങളുണ്ട്. 150-ൽ പരം ജൈവവൈവിധ്യം ഉൾപ്പെട്ടുള്ള വൃക്ഷങ്ങൾ വെച്ച് അത് പരിപാലിച്ച് കിളികൾക്കും മറ്റു ജീവികൾക്കും ആവാസ വ്യവസ്ഥ ഒരുക്കി അത് ഇവിടെ നമുക്ക് കാണാം. ഒരു കിളികൾക്കൊക്കെ വന്ന് വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഒരുക്കി. ഇവിടെ പ്രത്യേക ഫാൻ വേണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ ജീവിച്ച് നമുക്ക് സമൂഹത്തിൽ ഒരു മുഖ്യധാരയിൽ ഒരു സന്ദേശം തരികയാണ്. ഇവരെ തിരിച്ചറിഞ്ഞില്ലേ നമ്മൾ ആരെയും തിരിച്ചറിയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബിജു സാറ് ഇതിൻ്റെ ആധികാരികത നടത്തിക്കൊണ്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബിജു സാർ ആധികാരികതയെ പറഞ്ഞു. മരങ്ങൾ കൂടുതൽ വരുന്നിടത്ത് നാച്ചുറലി നമുക്കറിയാം അന്തരീക്ഷത്തെ തണുപ്പിക്കുകയും ചെയ്യും. പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനെ തിരിച്ച് ഓക്സിജനാക്കി മാറ്റുകയും, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ തന്നെയാണ്. അത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇവർ രണ്ടുപേരും കൂടെ പ്രകൃതിയാൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഇരിക്കുമ്പോൾ വലിയ ചൂടൊന്നുമില്ല, നാച്ചുറലി തണുപ്പിക്കുന്ന AC ഇല്ലാതെ തന്നെ പ്രകൃതിയാൽ തന്നെ അന്തരീക്ഷത്തെ തണുപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് കൂടുതലായിട്ട് ഇതേക്കുറിച്ച് പറയാനുള്ളത്. അത് ഇവർ ചെയ്തിരിക്കുന്ന മഹത്തരമായ സേവനം തന്നെയാണ്. ഇവരെ ഒന്ന് ആദരിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആദരിക്കാനായിട്ട് നമ്മൾ ജോജി സാറിനെ ചുമതല ഏൽപ്പിക്കുക. ടീച്ചറിന് സോപ്പ് മരം എന്നൊരു മരം ശാന്തിവനത്തിൽ നട്ടുവളർത്താനായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇന്നിപ്പോൾ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇത് വള്ളംകുളം ഒരു സ്കൂളിൽ ഈ അടുത്ത പ്രദേശത്ത് അവിടെ ഉള്ളായിരുന്നു. നമ്മൾ അതിൻ്റെ തൈ കഴിഞ്ഞ വർഷം കുറേ കളക്ട് ചെയ്തിട്ട് ഇത് വലുപ്പമാക്കിയിട്ട് പല ശൈലിയിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ടീച്ചറിൻ്റെ ശാന്തിവനത്തിൽ അത് വളർന്ന് പന്തലിച്ച്. ഓക്കെ, ഏകദേശം മാവും പ്ലാവും ആഞ്ഞലി 3ഉം 70 വയസ്സിൽ കൂടുതൽ. 7 വയസ്സ്. ഈ മാവ് ഒന്നിട വിട്ട വർഷങ്ങൾ കായ്ക്കാറുണ്ട്. കായ്ക്കുമ്പോൾ നാട്ടുകാർക്കെല്ലാം ഇത് ടീച്ചർ വിളിച്ചു കൊടുക്കുന്നത്. പ്ലാവും അത്രയും പ്രായമുള്ളൂ. ഈ മാവും പ്ലാവും നട്ടു വളർത്തിയത് തന്നെയാണ്. അന്ന് പ്രായമുള്ളവർ നട്ടു വളർത്തിയത്. ടീച്ചർ ഇവിടെ വരുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ ഒരു വീട് വെക്കപ്പോഴും അവിടെ ഒരു
മരം നിന്നണക്കി ആ മരത്തെ സംരക്ഷിച്ചുകൊണ്ട് അത് വീടിന്റെ ഈ സൈഡിലൊരു പ്ലാനിങ് മാറ്റി എന്ന് പറഞ്ഞു. ഈ സൈഡിലൊരു ഗ്രാമ്പു ഉണ്ടായിരുന്നു. ഓക്കെ. ആ ഗ്രാമ്പു കളയരുതെന്നും പറഞ്ഞുകൊണ്ട് വീടിന്റെ ഈ സൈസ് ചെറുതാക്കി. ഓ അത് ശരി. പക്ഷെങ്കിൽ അത് കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞപ്പം ഗ്രാമ്പു ഉണങ്ങിപ്പോയി, കാരണം അതിന്റെ വേരൊക്കെ മുറിഞ്ഞു. ഓക്കെ. പക്ഷെ ആ ഗ്രാമ്പു വീണത് ഇതിന്റെ പുറത്തോട്ടാണെങ്കിലും വീടിന് ഒരു കുഴപ്പമുണ്ടായില്ല, ഒരു പോറൽ പോലും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരങ്ങൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അതുപോലെ ഇപ്പം ഈ മരം റുമേനിയ മാവ, അതിനുണ്ട് 70 വയസ്സിൽ കൂടുതൽ പ്രായം. അത് കഴിഞ്ഞ വർഷം ഒടിഞ്ഞു തകർന്ന് വീണു. അതിൻ്റെ ശിഖരങ്ങളെല്ലാം വീണതൊരു വഴനയിലാവും. ആ വഴനെ അതിൻ്റെ കൂടെ തന്നെ ഒടിഞ്ഞു വീണു. പക്ഷേ വീടിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. അതിനകത്തൊരു ശാസ്ത്രീയത ഒളിഞ്ഞു നിൽപ്പുണ്ടല്ലോ. നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി അതിനെ സംരക്ഷിച്ചോണം, പ്രകൃതി തന്നെ നമ്മളെ തിരിച്ച് സംരക്ഷിക്കാൻ. തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ഉപദ്രവം ഉണ്ടാക്കത്തില്ല. ആ കാര്യം ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. അതുപോലെ ഇവിടെ ഇരിക്കുമ്പോഴേ പുറത്തൊക്കെ ചുട്ടു പൊള്ളുമ്പോഴേ ഇവിടെ ഒരു കൂളിംഗ് അനുഭവമാണ്. അതൊക്കെ AC വേണ്ട ആവശ്യം വരുന്നത്. അതെ, അകത്തും ചൂടായിട്ട് അങ്ങനെ തോന്നുകയില്ല. വീട് ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു കാരണം കൂടെ ഉണ്ട്. അതായത് ഞാൻ മദ്രാസ് IIT ക്യാമ്പസിലുള്ള സ്കൂളിൽ 3 വർഷം വർക്ക് ചെയ്തു. ആ ക്യാമ്പസ് നിറയെ മരങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുള്ളത്, അതിൻ്റെ ക്യാമ്പസിലുള്ള കെട്ടിടങ്ങളൊക്കെ പണിയാനുണ്ടായിരുന്ന എൻജിനീയർ അങ്ങനെയുള്ള ഇതായിരുന്നു, ഒറ്റ മരവും വെട്ടരുത്. അവിടെ റോഡ് വളഞ്ഞൊക്കെ പോകും, കെട്ടിടം അതുപോലെ തിരിഞ്ഞു മറിഞ്ഞൊക്കെയാണ്. പക്ഷേ മരം ഒന്നും വെട്ടാതെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ നടക്കുമ്പം മദ്രാസിലെ ചൂടൊന്നും അവിടെ അനുഭവപ്പെടുകയില്ല. അതിൽ നിന്നാണ് എനിക്ക് ഞാൻ പറയുന്നത് പ്രചോദനം കിട്ടിയത്. വീട് വെക്കുന്നുണ്ട് മരം ഒന്നും വെട്ടരുതെന്നുള്ള. അവിടെ ആ കാണുന്ന വലിയ മരം അത് അധികം ആയിട്ടില്ലല്ലോ. 15 വർഷമായി കാണുകയില്ല. 10 വർഷമായി ഇത്രയൊക്കെ ഉള്ളു, അല്ല അധികം മരം. അത് പിന്നെ ഇങ്ങനെ മണ്ടോട്ട് വളഞ്ഞിങ്ങനെ പോയപ്പോ അതിന്റെ മണ്ട. പിന്നെ അതിന്റെ അപ്പുറത്ത് ദേവദാരം ആണെന്നും പറഞ്ഞ് വളർത്തിയത് എനിക്ക് അറിഞ്ഞുകൂടാ, ദേവദാരം ആണോ അല്ലയോ എന്നപ്പുറത്തും കൊണ്ട്. അത് ഞങ്ങള് സിറ്റിയിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് താല്പര്യപ്പെട്ടത്. അതാണ് ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് പോകുന്നത്, ഗ്രാമത്തിലെ ജീവിതത്തിൽ. ആശ്രമത്തിന്റെ പേരാണ് ഈ ശാന്തിവനം. അദ്ദേഹം തികച്ചും ഒരു ക്രൈസ്തവ സന്യാസിയായിട്ട് ജീവിച്ചു. ഞാൻ അവിടെ പോയി ഒരു ദിവസം താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടുകൂടിയാണ് ഈ ഇങ്ങനെ ഒരു ശാന്തിവനമെന്ന് ആ ആശ്രമത്തിൻ്റെ പേര് വീട്ടിനും ശാന്തിവനം. മറ്റുള്ളവരെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, സഹായിക്കാൻ കഴിയുന്നത് ചെയ്യുക, ഇതായിരിക്കട്ടെ മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകങ്ങൾ. സന്തോഷമായി അല്പകാല ജീവിതം ഈ ഭൂമിയിൽ കഴിഞ്ഞ് സ്നേഹിച്ച് സേവിച്ച് തൃപ്തിയോടുകൂടി ഈശ്വരൻ വിളിക്കുമ്പോൾ പോവുക, ഒരു ചിരിയോടുകൂടി പോവുക. അതിന് സർവേശ്വരന് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു ഗെറ്റുഗദർ പോലെ നിങ്ങളൊരുക്കിയതിന് നിങ്ങളോടും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും വളരെ സ്നേഹാശിസ്സുകൾ അറിയിക്കുന്നു. പേരെൻ്റേത് വത്സമോഹൻ. പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പ്രധാനമായിട്ടും വർക്ക് ചെയ്തത്. പിന്നെ ട്രാൻസ്ഫറായിട്ട് വല്ലതും പോയി അവസാനം തിരുവനന്തപുരത്തെ ആക്കുളത്തുള്ള കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് പ്രിൻസിപ്പലായിട്ട് തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂളിലെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും അവിടെ തൃപ്തികരമായ സന്തോഷകരമായ സേവനം നടത്തി. രുദ്രാക്ഷം എന്നുള്ള ഒരു മരമാണ് ഞങ്ങൾ ഈ വഴിയോരങ്ങളിലൊക്കെ വൃക്ഷത്തൈ വെച്ച് പരിപാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്തെങ്കിലും ഒരു 10 വർഷത്തിന് മുകളിൽ ആയി കാണും. ഇതിൻ്റെ തൈ ഞങ്ങളിവിടെ ടീച്ചറിന് കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് കായ്ച്ചിട്ട് കഴിഞ്ഞ വർഷം ടീച്ചർ കുറേ അരി ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് തരികയുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ വിതറി കിടക്കുന്നതായിട്ട് കണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു സീസൺ ആകുമ്പോഴത്തേനും അത് മുളച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് നമുക്ക് തൈ പറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും.
പിന്നെ ഇവിടെ ഒരു ജൈവ വൈവിധ്യ കേന്ദ്രമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത് ടീച്ചർ മുമ്പേ പറയുകയുണ്ടായി, അവിടെ ഒരു 70 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാവ്, പ്ലാവ്, ആഞ്ഞിലി ഇതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ടീച്ചർ നട്ടു വളർത്തിയ കുറേ വൃക്ഷങ്ങൾ ഇവിടെ കാണാൻ. അപ്പോൾ അതിനകത്ത് ലക്ഷ്മിതരുണ്ട്, വെട്ടിയുണ്ട്. അങ്ങനെ നമുക്ക് ചിലപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല വെറൈറ്റികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഏതാണ്ട് 90 സെൻറ്റാണ് ഇവിടെ വരുന്നത്. വൃക്ഷങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ടീച്ചർ കുറേയേറെ ഇവിടെ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ ഏതാണ്ട് 150-ൽ പരം വൃക്ഷങ്ങളുടെ വൈവിധ്യങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചറോട് ഉണ്ടെങ്കിലേ അത് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ്. അത് നമ്മൾ ആഗ്രഹമുണ്ട് അതിൻ്റെ വെറൈറ്റി ഉള്ള ഒന്ന് എഴുതി പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിന്തകളുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സങ്കല്പമുള്ളത് മണ്ണിനെ പൊന്നാക്കുക എന്നൊരു സങ്കല്പം ഞങ്ങൾ ഈ അടുത്ത സമയത്ത് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് മറ്റുള്ളവർക്കൊരു സന്ദേശമായി മാറാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളിപ്പോൾ അത് ഒരു പ്ലാനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇതിന് നമുക്ക് ഇവിടെ പ്രകൃതി മണ്ണിന് പൊതയിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം കരിയില വീണ് തനിച്ച് മണ്ണിലേക്ക് ചൂട് ഇറങ്ങാതിരിക്കാത്ത രീതിയിൽ അതൊരു പ്രകൃതി തന്നെ പൊതയിട്ടിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, വൃത്തിക്ക് വേണ്ടി കരിയില കൂട്ടി വെച്ച് കത്തിക്കുന്ന ഒരു ഇത്ര ദോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഞങ്ങൾ KV ദയാൽ സാർ എന്ന് പറഞ്ഞ ഒരാളുടെ ആ ഒരു കൃഷി സന്ദേശമാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കരിയില പോലും കത്തിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാർബൺ ഭൂമിയിലേക്ക് വരാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പരിസ്ഥിതിയും ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വയണയുണ്ട്, അത്തിയുണ്ട്, പിന്നെ വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങൾ കാണാം. അത് ടീച്ചറോട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് വ്യക്തമാക്കി പറയാൻ പറ്റും. ഇതേയുള്ള നിമിഷമാണ്. കാരണം ഒരു രുദ്രാക്ഷം വെക്കുക, ഈ രുദ്രാക്ഷത്തിൻ്റെ കായുണ്ടാകുക, അത് ടീച്ചറിൽ നിന്ന് ഞാൻ സ്വീകരിക്കുക, ഇത് കുഞ്ഞിന് അത് ഞങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു വലിയ ധന്യതയുള്ള നിമിഷമാണ്. അപ്പോൾ ഇതൊന്ന് പിടിച്ചേ. ഓക്കെ, 2 കൈ കൊണ്ടും വെച്ചോ. ഓക്കെ.